പത്തരമാറ്റിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അബിയും നവ്യയും കൂടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരികയാണ്. മോനെ, നിന്നെ കണ്ടിട്ട് എത്ര നാളായെന്നും പറഞ്ഞിട്ട് അബി കുഞ്ഞിനെ എടുക്കുന്നുണ്ട്, ലാളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവനും ഭയങ്കര വിഷമമായിരുന്നു അച്ഛനെ കാണാതിരുന്നത് എന്ന് പറഞ്ഞ് നവ്യയും പറയുന്നുണ്ട്. എന്തായാലും അവൻ വളർന്നു വരുമ്പോഴത്തേക്ക് അവൻ്റെ അച്ഛൻ ജയിൽ പുള്ളിയാണെന്ന് നീ പറയാമല്ലോ, അതൊക്കെ ആൾക്കാർ മറന്നു പോവും നവ്യയെ എന്ന് അബിയും പറയുന്നുണ്ട്. എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ, എൻ്റെ അമ്മയും നീയും കുഞ്ഞും അതുപോലെ തന്നെ എൻ്റെ പെങ്ങളുട്ടി ഉണ്ടല്ലോ അയർലൻഡിൽ നിന്ന് വരുന്നത്, അവളും എൻ്റെ കൂടെ നിൽക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ആഹാ, അവൾ വരുന്നുണ്ടല്ലേ എന്ന് നവ്യ ചോദിക്കുകയാണ്. വരുന്നുണ്ട്, അവളുടെ പഠിത്തം എല്ലാം കഴിഞ്ഞ് അവൾ ഉടനെ എത്തും എന്ന് അബിയും പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. അതുപോലെ ഇനി അനന്തപുരിയിലെ ഷോപ്പുകളിലൊക്കെ എനിക്ക് ജോലി കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ഇനി അവരെന്നെ പറഞ്ഞു വിടുമോ ഒന്നും അറിയത്തില്ല. അവരെന്നെ ഇപ്പം നവ്യയെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ജീവിക്കണം എന്ന് നവ്യ പറയാണ്. ഈ സമയത്ത് അനന്തമൂർത്തിയാണെങ്കിൽ ദേവേനോട് പറയാണ്, ഞങ്ങൾക്ക് അബദ്ധങ്ങളൊന്നും അങ്ങനെ പറ്റാറില്ല, ആകപ്പാടെ പറ്റിയ അബദ്ധം ജലജയെ ഞങ്ങൾ ദത്തെടുത്ത് വളർത്തി, അത് മാത്രമാണ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം. അവളുടെ സ്വഭാവം ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാണ്. അവളുടെ ആ സ്വഭാവം കൊണ്ടാണ് അബിയും ഇങ്ങനെ ആയതെന്ന് മുത്തശ്ശൻ ദേവയാനിയോട് പറയുകയാണ്. ഈ സമയത്താണ് ആദർശും നയനയും കൂടെ ഇറങ്ങി വരുന്നത്. ആഹാ, മോളും പോകാൻ തന്നെ തീരുമാനിച്ചോ? പോട്ടമ്മേ, പോകട്ടമ്മേ, അവിടെ ആകുമ്പം കുറച്ച് കോൺസെൻട്രേഷൻ കിട്ടും. ഇവിടെ ഇനി ഡിസംബറൊക്കെ വരികയല്ലേ, ന്യൂ ഇയറൊക്കെ വരികയല്ലേ, അപ്പോഴത്തേക്ക് പുതിയ ഡിസൈൻസൊക്കെ റെഡിയാക്കണം. ഇവിടെ ആണെങ്കിൽ അത്രയും പറ്റത്തില്ല, അവിടെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് ചെയ്യാൻ പറ്റും എന്ന് നയന പറയാണ്. അല്ലെങ്കിൽ 1 മാസമൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ മോൾക്ക് പോവാം എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അത് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായ ആഹാരം കഴിക്കണമെന്ന് ദേവയാനി പറയുകയാണ്. അതൊക്കെ ഞാൻ കഴിച്ചോളാം അമ്മേ. ആദർശ് പറയാണ്, നീ ആണെങ്കിൽ ഇവളെയും വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ആഹാരം എല്ലാം കൃത്യമായി കഴിപ്പിക്കണം എന്ന് പറയുകയാണ്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ. അല്ലെങ്കിലും ഞാൻ പറഞ്ഞതല്ല നയൻ്റെ അടുത്ത് വരാൻ, നയന സ്വയമേ പറഞ്ഞതാണ് ഞാനും കൂടെ വരുന്നെന്ന്. അപ്പോൾ മുത്തശ്ശി പറയാണ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മോൾ ഇവിടെ ഇരിക്കാതിരിക്കുന്നത് നല്ലത്. അബിയും കൂടെ തിരിച്ച് ജയിലിൽ നിന്ന് വന്നപ്പം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് മുത്തശ്ശി പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. സമയത്ത് നവീൻ്റെ വീട്ടിലാണെങ്കിൽ മുത്തശ്ശനാണെങ്കിൽ നവീൻ്റെ മനസ്സിലുള്ള പെണ്ണാരാന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. മുത്തശ്ശനും അതേപോലെ ഗുമസ്തനും അങ്ങോട്ട് അമ്മ ചായയും കൊണ്ടൊക്കെ വരുന്നുണ്ട്. എല്ലാവരും കൂടെ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് പെണ്ണ്, നിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റിയാലേ അവൻ പെണ്ണാരാന്ന് പറയത്തുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നീ വിചാരിക്കുന്ന പോലെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു പെണ്ണൊന്നുമല്ല. ചിലപ്പോൾ ഒരു പോലീസുകാരിയാവാം, ചിലർ വക്കീലാവാം എന്ന് പറയാണ്. പത്മ പറയാണ്, അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ ഞാനിവിടെ കേട്ടതില്ല, അത് ഉറപ്പാണ്. അവൻ അങ്ങനെയുള്ള പെൺകുട്ടിയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴേ കളയുന്നതെന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നന്ദു അങ്ങോട്ട് വരുന്നത്. വാ മോളെ എന്നും പറഞ്ഞ് മുത്തശ്ശൻ വിളിച്ചെത്തിയാണ്. എന്താ മോളെ വന്നേന്ന് ചോദിക്കുകയാണ്. അത് നവീൻ ചേട്ടനെ കാണാൻ ഒരു കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, അതിന് വന്നേന്ന് പറയുകയാണ് നന്ദു. വാ മോളെ ഇരിക്കുക എന്ന് പറയാം. നിങ്ങളുടെ എന്തായാലും കൂട്ടുകാരനല്ലേ നവീൻ്റെ മനസ്സിലേതൊരു പെൺകുട്ടിയുണ്ട്, അതാരാണെന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക എന്ന് പറയുകയാണ്. ചോദിച്ചിട്ട് നവീൻ ചേട്ടൻ പറയുന്നില്ല. അനിയും ചോദിച്ചു, പക്ഷെ ആരാന്ന് പറയുന്നില്ല എന്ന് മുത്തശ്ശനോട് പറയുകയാണ്. മോളും വിവാഹമൊന്നും വേണ്ടാന്ന് വിചാരിച്ചിരിക്കുകയെന്ന് പത്മ വയ്ക്കുകയാണ്. ഇപ്പോഴും തൽക്കാലം എന്തായാലും വേണ്ട, ഞാനും കുറച്ച് റിലാക്സ് ആയിട്ട് നടക്കട്ടെ. ഓരോ വീട്ടിൽ പോയി ചെന്ന് കയറി കഴിഞ്ഞാൽ ഭർത്താവ് പോയി പറയുന്നതും അതുപോലെ അമ്മായിമ്മ പറയുന്നതൊക്കെ കേൾക്കേണ്ട വരും. അവരെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. അതിനൊക്കെ നല്ല ഇങ്ങനെ ഞാൻ കുറച്ച് നാളും കൂടെ സ്വതന്ത്രമായിട്ട് നടക്കട്ടെ എന്ന് പത്മത്തോട് പറയുകയാണ്. എന്നും പറഞ്ഞിട്ട് ഞാൻ നവീൻ ചേട്ടൻ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നവീൻ മോളെ ഓഫീസ് റൂമിലുണ്ടെന്ന് പത്മ പറയുകയാണ്. ഇനി ഞാൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് നന്ദു അങ്ങ് പോവാണ്. നന്ദു പോയി കഴിയുമ്പോൾ ഗുമസ്തൻ പറയുകയാണ്, എനിക്കൊരു സംശയം, ഇനി നവീൻ പറയുന്ന മോൻ പറയുന്ന ആ പെൺകുട്ടി ഇനി നന്ദു എങ്ങാനും ആണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കപ്പോഴത്തേക്ക് പത്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് ഇപ്പോഴേ മനസ്സിൽ ഞാൻ കളഞ്ഞു വെക്കാൻ പറയുകയാണ്. അതും നമ്മളുമായിട്ട് ചേരുന്ന ഒരു കുടുംബവുമല്ല നന്ദുവിൻ്റെ. ആ കൂട്ടത്തിൽ ഭേദം നയന മാത്രമേ ഉള്ളൂ. നവ്യയാണെങ്കിൽ അനന്തപുരിയിൽ കാണിക്കുന്ന കാര്യങ്ങളൊന്നും പറയാൻ കൊള്ളത്തില്ല എന്ന് പത്മ പറയുകയാണ്. കനകയുടെ മോളല്ലേ, കനകയാണെങ്കിൽ കാശുകാരനെ കൊണ്ട് മക്കളെ കല്യാണം കഴിപ്പിച്ചതൊന്നും പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയും കൂടെ എന്ന് പത്മ പറയുകയാണ്. 2 പെൺപിള്ളേർ എങ്ങനെയോ അനന്തപുരിയിലെത്തി, അത് എന്തോ ഭാഗ്യം കൊണ്ടെത്തി. കൂട്ടത്തിൽ ഭേദം നയന മാത്രമേ ഉള്ളെന്ന് പത്മം പറയാണ്. എന്തായാലും നന്ദു നവീനുള്ള വിവാഹം നടത്താൻ പത്മ സമ്മതിക്കത്തില്ലെന്ന് ഇതോടെ ഉറപ്പായി. മുത്തശ്ശനാണെങ്കിൽ ഇതെല്ലാം പത്മ പറയുന്നത് കേട്ടോണ്ടിരിക്കുകയാണ്.
നന്ദു ആണെങ്കിൽ നവീൻ്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നന്ദുവിനെ വിളിച്ചിരുത്തിക്കുന്നുണ്ട്. എന്താ നന്ദു വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ആ കേസുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കാനാണ്. സുരഭിയും അമ്മയും മോളും കൂടെ വന്നില്ലോ, ആ കേസിന് തെളിവുകളൊന്നുമില്ല, അയൽക്കാരെല്ലാം അയാളെ കണ്ടിട്ടും ഒരു പരിചയവും ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. അടിവാരം അശോകനെ കുറിച്ചാണ് പറയുന്നത്. അയാൾക്കെതിരെ ആരും തെളിവ് പറയത്തില്ല. അപ്പം നവീൻ പറയാണ്, അത് നമുക്കുണ്ടാക്കാം, എന്തായാലും CCTVയോ അയാൾ എവിടെയെങ്കിലും ചെന്ന് പൈസ പിരിക്കുന്നതിൻ്റെയൊക്കെ തെളിവ് കാണുമല്ലോ, അതൊക്കെ നമുക്ക് ഒപ്പിച്ചെടുക്കാം എന്ന് പറയുകയാണ്. എന്തായാലും ഞാൻ ഇരിക്കുന്ന കാലം വരെ ഒരു ഗുണ്ട പരിപാടി ഇവിടെ നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യും എന്ന് പറയുകയാണ്. ഞാൻ പണ്ട് തന്നെ നന്ദുവിൻ്റെ ഒരു ഫാനാണ്. അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ ഫൈറ്റിനോടും ഒക്കെ എനിക്ക് താല്പര്യമാണ്. പിന്നെ ഇങ്ങനെയുള്ള കേസ് നന്ദു ആത്മാർത്ഥമായി ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നൊക്കെ നവീൻ തട്ടുപിടിയാണ്. കുറച്ച് നന്ദുവിൻ്റെ പൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് അനി വിളിക്കുന്നത്. അനിയാണെങ്കിൽ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നവീൻ എൻ്റെ ഓഫീസിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അവനോട് നവീൻ ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് അനിയോട് പറയണം. നീ അപ്പം അവനെ നവീൻ ചേട്ടൻ എന്ന് വിളിക്കുന്നത്, എന്നെ അനി എന്നാണല്ലോ പേരാണല്ലോ വിളിക്കുന്നത്, അത് എന്തെങ്കിലുമൊക്കെ ഒരു കോമൺ സെൻസ് ഉള്ളവരെയൊക്കെ അല്ലേ അങ്ങനെ ചേട്ടാന്നൊക്കെ വിളിക്കാൻ പറ്റൂ എന്ന് പറയാണ്. ഞാൻ നവീൻ ചേട്ടൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോണും കൊടുക്കുകയാണ്. അത് നന്ദു പറഞ്ഞാൽ ശരിയായി, എന്തെങ്കിലും ഒരു ബുദ്ധിയൊക്കെ ഉള്ളവരല്ലേ ചേട്ടാന്നൊക്കെ വിളിക്കാൻ പറ്റത്തുള്ളൂ എന്ന് നവീനും പറയുന്നുണ്ട്. നിൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാന്ന് നന്ദുവിൻ്റെ അടുത്ത് പറയും, ഞങ്ങളത് സെറ്റാക്കി തരാം എന്ന് പറയാണ്. അപ്പം നവീൻ മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി എന്ന് നവീൻ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇപ്പോഴും പൊട്ടനായ അനി ഇതുവരെ പറഞ്ഞിട്ടില്ല അവൻ്റെ മനസ്സിൽ നന്ദു ആണെന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറയാണ്. അങ്ങനെ നന്ദു ചോദിക്കണം, എന്താ അനി പറഞ്ഞത്? അല്ല, എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാന്ന് നന്ദുവിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞേ. നന്ദു പറയാണ്, പറ നവീൻ ചേട്ടാ, അത് പറയാറായില്ല, സമയമാകുമ്പോൾ പറയാം എന്ന് പറയണം. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിട്ട് നന്ദു ആണെങ്കിൽ ശരി നവീൻ ചേട്ടാ ഞാൻ വിളിക്കാം, ഞാൻ വിളിച്ചോളാം എന്ന് നവീൻ തിരിച്ചു പറയണം. അങ്ങനെ താഴേക്ക് നന്ദു ഇറങ്ങി വരികയാണ്. നന്ദു താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ നവീനും വരുന്നുണ്ട്. ചായ എടുക്കട്ടെ മോളെ എന്ന് പത്മയ്ക്കാണ്. എന്താ ചായ എടുക്കട്ടെ ആണോ എന്നാണ് ചോദിക്കുന്നത്. ചായ എടുത്തു വെക്കാൻ എന്താ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. ഇല്ല എനിക്ക് ചായ വേണ്ട, ഞാൻ പോവുക എന്നും പറഞ്ഞ് നന്ദു അങ്ങ് പോവുകയാണ്. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും ചോദിക്കുകയാണ്, എടാ ഗുമസ്തന് ഒരു പൊട്ട ബുദ്ധി തോന്നിയ ഒരു കാര്യമായി ഞാൻ നിന്നോട് നിന്നോട് പറയാനുള്ളത്. ഈ പോകുന്ന നന്ദു എങ്ങാണോ നീ മനസ്സിൽ വിചാരിച്ച പെൺകുട്ടി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേ പത്മം കയറി അങ്ങ് ഉടക്ക് വെക്കുകയാണ്. അങ്ങനെങ്ങാണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടക്കത്തേ ഇല്ല, ഇവിടെ അതും പറഞ്ഞുകൊണ്ട് വരികയേ വേണ്ട, അതൊരിക്കലും നടക്കാത്ത കേസാണ് എന്ന് പത്മം പറയുകയാണ്. മിക്കവാറും ഇവർ തമ്മിൽ പോയി രജിസ്റ്റർ മാരേജ് അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് ഗുമസ്തൻ ചോദിക്കുകയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണ്ട, ഈ വീട്ടിൽ ഞാൻ കയറ്റത്തില്ല, തനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, എത്ര പേരുണ്ട് തനിക്ക് കൂട്ടിച്ചേർത്ത് പറയാൻ, ഈ നന്ദുവിനെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ച് ഗുമസ്തൻ്റെ നേരെ ചെല്ലുകയാണ് പത്മം. നവീന് ഭയങ്കര വിഷമമാവുന്നുണ്ട്. നവീന് ഒരു കാര്യം മനസ്സിലായി, ഇത് ഒരിക്കലും അമ്മ സമ്മതിക്കത്തില്ലെന്ന്. പിന്നെ കാണിക്കുന്നത് ഓഫീസിൽ ആദർശും നയനയും കൂടി ഇരിക്കുകയാണ്. നയന ഇരുന്ന് പടം വരയ്ക്കുകയാണ്. ആദർശിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. ദേവേനയാണ്. മോളെന്തിയേ, മോൾ ആഹാരം കഴിച്ചോ എന്ന് ചോദിച്ചാണ് വിളിക്കുന്നത്. ആഹാരം കഴിച്ചില്ല അമ്മ, 12:30 ആയതല്ലേ ഉള്ളൂ, ഒരു 1:30 ആകുമ്പോഴല്ലേ നയന ആഹാരം കഴിക്കുന്നത്, അത് പണ്ടല്ലേ, ഇപ്പം അങ്ങനല്ലല്ലേ, ഇപ്പം 12:30 ആകുമ്പോൾ ഞാൻ മോൾക്ക് ആഹാരം കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അവളെയും കൊണ്ട് പോവണ്ട, നീ കൃത്യസമയത്ത് ആഹാരം കൊടുക്കത്തില്ല, അവിടെ കാര്യമൊന്നും നോക്കത്തില്ല എന്ന് ദേവേനി പറയുകയാണ്. ഞാൻ നയനയുടെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ നയനയുടെ കൊടുക്കുകയാണ്. മോളെന്താ ഇതുവരെ ആഹാരം കഴിക്കാൻ നോക്കിയാണ്. അല്ലമ്മേ 12:30 ആയതേ ഉള്ളൂ, 1 മണിയാകുമ്പോൾ ആദർശേട്ടനോട് കൂടെ കഴിക്കാം എന്ന് വിചാരിച്ചാണെന്ന് പറയണം. ഇനി നീ ആദർശിനെ നോക്കിയൊന്നും ഇരിക്കണ്ട, നീ 12:30 ആകുമ്പോൾ തന്നെ ആഹാരം കഴിക്കണം, എത്രയും പെട്ടെന്ന് ആഹാരം കഴിച്ചിട്ട് എന്നെ വിളിക്ക് എന്ന് പറയുകയാണ്. ശരി അമ്മേ എന്നൊക്കെ നയന പറയുന്നുണ്ട് എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് വെക്കുന്നുണ്ട്. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന ദേവേനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.